സാർ എൻ്റെ ഒരു സംശയമാണ്, ഇപ്പൊ എല്ലാവരും ഓപ്പയർ FSJ ഈ ഹൗസ് ബിൽഡിംഗ് അല്ലാണ്ട് ഓപ്പയർ FSJ പോലത്തെ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് കുറച്ച് വെള്ളം ചേർത്താലോ? നമുക്ക് ഇല്ല FSJ ഓപ്പയർ പരിപാടിയില്ല. എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് രണ്ടാളോട് ഒരു കാര്യം പറയാം. നമ്മൾ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചത് വ്യക്തമാക്കുമ്പോൾ പിന്നെ അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം അജിത്ത് അഡ്മിഷൻ ഹെഡ് എന്നുള്ള നിലയ്ക്ക് അജിത്തിന് ചിലപ്പോൾ അതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാക്കുക. പ്രോസസ് ചെയ്യണമെന്നില്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അതിന്. അപ്പം എന്താണ് അതിന്റെ കാര്യം എന്ന് ചോദിച്ചാലേ, പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആളുകൾ ഈ ഷോർട്ട് കട്ട് മെത്തേഡിന്റെ ആളുകളാണല്ലോ എപ്പോഴും. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ചേർന്ന് കുറച്ച് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, ഓപ്പയർ ഉണ്ട്, കുറച്ച് പഠിച്ചാൽ മതി ലാംഗ്വേജ് പോകാൻ പറ്റും എന്ന് ചിന്തിക്കുന്നത്, കുറച്ചുകൂടി പഠിച്ചാൽ FSJക്ക് പോകാൻ പറ്റും എന്ന് ചിന്തിക്കുന്നു. ഇങ്ങനെ കുട്ടികൾ ജയിച്ചിട്ട് അവരിങ്ങനെ അതിനെപ്പറ്റി ഒരു എന്താ പറയുക ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷനും കൊണ്ടുവരും. അപ്പം അത് മുതലെടുത്തിട്ടാണ് പല ആളുകളും ഇവരെ ഈ പ്രോഗ്രാമിലേക്കൊക്കെ വിടുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താണെന്ന് കറക്റ്റായിട്ട് ആളുകൾക്ക് മനസ്സിലായ ഒരു കാരണവശാലും കുട്ടികളും പേരൻസും ഈ പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യില്ല. ഇത് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ടാണ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് ചെയ്തിട്ടുള്ള വരുമാനമോ പണമോ നമുക്ക് ആവശ്യമില്ല എന്ന് നമ്മൾ തീരുമാനം. നമുക്ക് എന്താ വെച്ചാൽ ആളുകളുടെ ലൈഫിലെ ക്വാളിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പം ഇങ്ങനത്തെ ഷോർട്ട് കട്ടായിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഉറച്ച ബോധ്യം കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. ഇപ്പോൾ ഓപ്പയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റും ജർമ്മൻ ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടെയുള്ള സ്റ്റുഡൻസിന് ജർമ്മനിയിൽ പോയിട്ട് ജർമ്മനിയിലുള്ള വീട്ടിൽ പോയി നിൽക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് താൽക്കാലികമായിട്ട്. അപ്പം അത് കൂടുതൽ അവർ പെൺകുട്ടികളെയാണ് പ്രിഫർ ചെയ്യുന്നത്, ആൺകുട്ടികളെ ഒന്നും അവർ കൊണ്ടുപോകില്ല. അതായത് നമ്മുടെ നാട്ടിലെ 16-17 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി പോയിട്ട് ഒരു ജർമ്മൻ ഫാമിലിയുടെ ഒപ്പം ജീവിക്കുകയാണ്. ബേബി സിറ്റിംഗ് ആണ് പ്രധാനമായിട്ടുള്ള ജോലി എന്നാണ് പറയുന്നത്. കുട്ടികളെ കുട്ടീനെ നോക്കുക. അത് പറച്ചില്ല. അവരവിടുത്തെ എല്ലാ ജോലികളും ചെയ്യണം. ഒന്ന്. രണ്ട്, ഓരോ ഫാമിലിയിലെ ആളുകളുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും ഇവരുടെ അവിടുത്തെ കംഫർട്ട് ജീവിതത്തിന്റെ. ഒരു പബ്ലിക് പ്ലേസിലല്ല ഇവർ ജീവിക്കുന്നത്, ഒരു ഫാമിലി പോയിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ അവിടെ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, മക്കളുണ്ടാവും, ഗ്രാൻഡ് പേരൻസ് ഉണ്ടാവും, പല ആളുകളുണ്ടാവില്ല. ഇതിൽ ആരെങ്കിലും ഒരാളുടെ സ്വഭാവം മോശമായാൽ തന്നെ ഇവരുടെ ജീവിതം ഭയങ്കര ഹൊറിബിളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അല്ല സാർ, ഇവരുടെയൊക്കെ സ്വഭാവം എങ്ങനെയാന്ന് പറയാം, ദേഷ്യപ്പെടുന്നവരായിരിക്കാം, തൊട്ട് അങ്ങനെ എന്ന് വെച്ചാൽ പബ്ലിക് പ്ലേസിലാകുമ്പോൾ ഇവർക്കൊരു കൺട്രോൾ ഉണ്ടാവും എപ്പോഴും. പ്രൈവറ്റ് പ്ലേസിലാകുമ്പോൾ ഇവർക്കൊരു ഇതില്ലല്ലോ. അവരുടെ ആങ്സൈറ്റി, പല പല കാര്യങ്ങൾ, ഇമോഷൻസും മൂഡും എല്ലാം. അതായത് നമ്മുടെ ഇവിടുന്ന് പോണ കുട്ടിക്ക് അത്ര ഏജ് ഇല്ലല്ലോ ഇതൊന്നും മനസ്സിലാക്കാനുള്ള, ചെറിയ പ്രായത്തിലല്ലേ ഉള്ളു. അതും വീട്ടിൽ നിന്ന് പോയി ഒറ്റപ്പെട്ട് ഭാഷയും ശരിക്കും അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ഫാമിലി നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് മെന്റലി ഒരു വിഷമം ഉണ്ടാവും. അതും ഇത് ഒരു വർഷത്തേക്കുള്ള പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിന് പോകണം. ഇതിന് പോകുന്ന ആളുകൾ പറയുന്നത് എന്താന്ന് ചോദിച്ചാല്, ഈ ഓപ്പയറിന് ആ വീട്ടിൽ നിന്നുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് B2 പാസ്സായാൽ ഹൗസ് ബിൽഡിങ്ങിലേക്ക് മൂവ് ചെയ്യാം എന്നുള്ളതാണ് പറയപ്പെടുന്ന ഒരു കാര്യം. പക്ഷേ ഇതൊരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ ആയ കാര്യമല്ല. കാരണം ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ സ്പീക്കിംഗ്, ചിലപ്പം കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാകും. പക്ഷേ ഒരു ലാംഗ്വേജിന്റെ പരീക്ഷ പാസ്സാൻ അത് മാത്രം പോരല്ലോ, 4 ഇതും വേണ്ടേ. അതായത് റൈറ്റിംഗ് വേണം, റീഡിങ് വേണം, ലിസണിങ് വേണം സ്പീക്കിങ്ങിന്റെ കൂടെ. അപ്പം നമുക്കൊരു വീട്ടിൽ നിൽക്കുന്നത് കൊണ്ട് അത് പഠിക്കാനും ജർമ്മനിയിലെ ക്വാളിറ്റിയിൽ B2 പാസ്സാവാനും സാധ്യമല്ല. അപ്പോൾ ഈ 1 ഇയർ നിന്നിട്ട് മിക്കവാറും ആളുകൾ തിരിച്ചു പോരേണ്ടി വരും. അത് തന്നെയല്ല, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് വിചാരിക്കും. ഇപ്പം നമ്മൾ എഡ്യൂഫ്ലെയർ എന്നൊരു കുട്ടീനെ ഓപ്പയർ നമ്മൾ ജർമ്മനിയിലേക്ക് വിട്ടു. ആ വീട്ടിൽ പോയി നിൽക്കുന്ന പെൺകുട്ടിയാണ്. എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിബിലിറ്റിനെ അത് ബാധിക്കും. നമുക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ആ കുട്ടി, ആ ഫാമിലി, നമ്മുടെ നാട്ടിലെ ന്യൂസ് പേപ്പറിലെ, സോഷ്യൽ മീഡിയയിലെ എല്ലാ സ്ഥലത്തും ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. ഇപ്പം എന്തെങ്കിലും ഒരു സെക്ഷലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിഷയമാണെന്ന് വിചാരിക്കേ, എന്തെങ്കിലും അങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞു, എന്തെങ്കിലും അങ്ങനത്തെ ഒരു വിഷയമൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ റെപ്യൂട്ടേഷൻ എല്ലാം ബാധിക്കുന്നത് കൊണ്ടാണ് ആ പ്രോഗ്രാം നമ്മൾ വേണ്ടാന്ന് വെച്ചത്. 2 തരത്തിലും പ്രശ്നമുണ്ട്. ഫാമിലിക്ക് ഒരു പ്രശ്നമാണ്, ആസ് നമ്മളുടെ എഡ്യൂഫ്ലെയർ എന്നുള്ളൊരു സ്ഥാപനത്തിനും അതൊരു. അതിനല്ലേ ഈ കുറെ പൈസയൊക്കെ മുടക്കിയിട്ടല്ലേ കുട്ടികൾ ഇതിന് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് യാതൊരു ബെനിഫിറ്റും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ ജർമ്മനിയിൽ 1 വർഷം ഏതെങ്കിലും വീട്ടിൽ നിന്നു, ജർമ്മനി തന്നെ കാണുന്നില്ല. ഇവിടുന്ന് എയർപോർട്ടിൽ ഇറങ്ങി നേരെ ഒരു വീട്ടിൽ പോയിട്ട് അവിടെ 1 വർഷം നിന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്നതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? അതുകൊണ്ടാണ് ഒരു കാവ്യമാതാന്റെ മൂവി ഉണ്ടായിരുന്നു, മിഡിൽ ഈസ്റ്റിൽ പോകുന്നതാണ് ഗദ്ദാമ എന്ന് പറഞ്ഞ്. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ. ഇവർക്ക് എന്താ ചെറിയ സ്റ്റൈഫൻഡോ പോക്കറ്റ് മണി അങ്ങനെ എന്തോ കൊടുക്കുന്നത്? 600 യൂറോ കൊണ്ട് കൊടുക്കും. 600 ഒന്നും ഇല്ല. 600 എനിക്ക് തോന്നുന്നു FSJ 290. അത് 400 യൂറോ. വളരെ ചെറിയ യൂറോ ആയിട്ടുള്ളൂ. വീട്ടിൽ നിന്ന് അവരെ എക്സ്പെൻസ് കഴിയും ആ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട്.
വളരെ കുറഞ്ഞൊരു പൈസ ഇട്ട് അതുകൊണ്ട് എന്തിനാ അങ്ങനെ അവിടെ പോകേണ്ട ആവശ്യമൊന്നും നമ്മുടെ നാട്ടിൽ നിന്നാ പോരെ. അപ്പൊ കുട്ടിയുടെ എക്സൈറ്റ്മെന്റ് ആണ് ജർമ്മനി എങ്ങനെയെങ്കിലും പോകാന്നും വളരെ പെട്ടെന്ന് പോകാന്നുള്ള എക്സൈറ്റ്മെന്റിലെ ഭാവിയെ പറ്റി ആലോചിക്കാതെ ചാടി പുറപ്പെട്ടിട്ടാണ് ഇങ്ങനെ ആളുകൾ പോകുന്നത്. കഴിഞ്ഞ ഇൻടേക്കിലുണ്ടല്ലോ സാർ, നമുക്കൊരു കുട്ടി, ഞാൻ എഗെയിൻ ഇങ്ങനത്തെ കേസുകളും ഞാൻ പേര് പറയുന്നില്ല, ഒരു കുട്ടി നമുക്കുണ്ടായിരുന്നു. ആ കുട്ടി ഇതുപോലെ ഓപ്പേറിനോ മറ്റോ പോയിട്ട് അവിടെ പോയിട്ട് ആ കുട്ടി പെട്ടുപോയി. ആ കുട്ടിക്ക് എന്ത് ചെയ്ത് അവിടെ നിന്ന് ഊരി പോരാൻ പറ്റുന്നില്ല. അവസാനം നമ്മൾ എങ്ങനെയോ നമ്മുടെ കോണ്ടാക്റ്റ് വന്ന് വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും മറ്റൊരു ജോലിയിലേക്ക് മാറ്റാമെന്ന് ചോദിച്ചു. നമ്മൾ എന്നിട്ട് അപ്പോൾ ആ കുട്ടിക്ക് ലാംഗ്വേജ് കുറവായിരുന്നു. ഓക്കെ. ആ കുട്ടീനെ വെച്ചാൽ ഒരു ജോലിയിലേക്ക് ചെല്ലുമ്പോൾ ഫ്ലുവൻ്റ് ആയിരിക്കണം ലാംഗ്വേജ്. B2 പ്രൊഫിഷ്യൻസി മാൻഡേറ്ററി ആണ് ഒരു ഫുൾ ടൈം ജോലിയിലേക്ക് ചെല്ലുമ്പോൾ. അതിപ്പോൾ നമ്മുടെ നേഴ്സിംഗ് പ്ലേസ്മെന്റ് ആണെങ്കിലും B2 കംപ്ലീറ്റ് ഫുൾ മൊഡ്യൂൾ ഉള്ളവരെ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നല്ലൊരു കമ്പനിയിലേക്ക് ജോലിയിലേക്ക് ചെല്ലുമ്പോഴും അവർക്ക് ഫ്ലുവൻസി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കൺട്രിയിൽ നിന്നുകൊണ്ട് ജോലിയിലേക്ക് മാറുന്നതുകൊണ്ട് അവർ സർട്ടിഫിക്കറ്റ് നോക്കില്ല, ജോലിയിലേക്ക് കയറാം. പക്ഷേ ജോലി ചെയ്യുമ്പോൾ ഫ്ലുവൻസി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ കുട്ടി നമ്മൾ എന്നിട്ട് അവിടെ ഒരു ജോലി റെഡിയാക്കി കൊടുത്തു. നമുക്കുള്ള അവിടുത്തെ കണക്ഷൻസ് വെച്ചൊരു ജോലി റെഡിയാക്കി. 3-ാം ദിവസം ആ കുട്ടി പറഞ്ഞു, സാറേ ജോലി പറ്റുന്നില്ല, എനിക്ക് അവർ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് ജോലി പറ്റില്ല, എനിക്ക് എങ്ങനെയെങ്കിലും മറ്റ് മാർഗം ഉണ്ടാക്കി തന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനം ഈ കുട്ടീനെ ഹോസ് ബിൽഡിങ്ങിലേക്ക് മാറ്റി. ആ കുട്ടീനെ അവിടെ നിർത്തിക്കൊണ്ട് നമുക്കറിയാവുന്ന ഒരു ആളുടെ അടുത്തുകൊണ്ട് ഒരു മാസത്തോളം ലാംഗ്വേജ് പഠിപ്പിച്ച് നമ്മൾ ആ കുട്ടിക്ക് വിസ ഉള്ളതുകൊണ്ട് നമ്മൾ ആ വിസ ചേഞ്ച് ആക്കി ഹോസ് ബിൽഡിങ്ങിലേക്ക് ഒരു ഓഫർ എടുത്ത് ആ കുട്ടി ഇപ്പോൾ സുഖമായിട്ടോട് ജീവിക്കുന്നത്. പെട്ടുകൊണ്ടൊരു കുട്ടിയാണ്. എന്തോ ഭാഗ്യത്തിന് എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ നമ്മുടെ അടുത്തേക്കൊന്നും എല്ലാവരും നമുക്ക് ഇതുപോലെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ആ കുട്ടിയുടെ ആ സമയത്ത് ഭാഗ്യം എന്തോ നമുക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ടൈം, എഫേർട്ട്, മണി, എത്ര എമൗണ്ട് വെറുതെ അൺവാണ്ടഡ് ആയിട്ടുള്ള റിസോഴ്സ് ഒക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഒരു കാര്യം പേരൻസ് ആണ് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം കുട്ടികൾ ചെറിയ പ്രായമാണ്, അവർ ഭയങ്കര എക്സൈറ്റ്മെന്റ് കൊണ്ട് ഇതൊക്കെ വീട്ടിൽ ചെന്ന് പറയും, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യില്ല, ഓപ്പേറിന് പോകാൻ പറ്റും, ഇത്ര പഠിച്ചാൽ മതി എന്നൊക്കെ പറയും. പക്ഷേ പേരൻസ് വളരെയധികം ശ്രദ്ധിക്കണം ഇങ്ങനത്തെ കാര്യത്തിന് കുട്ടികളെ വിടുന്നത്. ഇതിനകത്ത് ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും റെപ്യൂട്ടഡ് അല്ലാത്ത ഏജൻസികളാണ് ശരിക്കും FSJ ഓപ്പേർ ഒക്കെ ചെയ്യുന്നത്. എങ്ങനെയാലും ജർമ്മനിലെ കളി നമ്മൾ FSJ പറ്റിയും കൂടി ഒന്നും അല്ല, ഈ ഒരു പോയിന്റോടെ ഞാൻ കവർ ചെയ്തത്. ഈ കുട്ടി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയോടെ ചെന്നിട്ട് പെട്ടിട്ട് വിളിച്ചിട്ട് ഇവരെ വിളിച്ചാൽ കണക്ട് ആവുന്നില്ല, അങ്ങനെ ഒരു ടീമേപ്പ് ഇല്ല എന്നുള്ള ന്യൂസൊക്കെ അവർക്ക് കിട്ടി. അങ്ങനെയാണ് അവർ നമ്മുടെ അടുത്തേക്ക് വീണ്ടും വന്നത്. ഈ FSJ എന്ന് പറയുന്നത് ഇതേമാതിരി തന്നെയാണ്. അതായത് ജർമ്മനിയിലുള്ള ഒരു വളണ്ടിയർ സർവീസാണ്. വളണ്ടിയർ സർവീസ് എന്ന് പറഞ്ഞാൽ അവിടെ ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥം. വളണ്ടിയർ ആയിട്ട് ജോലി ചെയ്യുക എന്നുള്ളതാണ്. പറിക്കേണ്ടി വരും, പാർക്ക് ക്ലീൻ ആക്കേണ്ടി വരും. അതായത് ഈ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലും വളണ്ടിയർ സർവീസ് കൂടുതലും ഉണ്ടാകുന്നത്. അതായത് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ഇതൊക്കെ ചെയ്യാണ് ഉള്ളത്. അതിന് സ്റ്റൈപ്പൻഡ് വളരെ കുറവാണ്, 600 യൂറോ അങ്ങനെ താഴെയാണ് സാർ, 600 താഴെയാണ്. അപ്പം അത് 1 ഇയറിലേക്കാണ്, ചിലപ്പോൾ 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. മാക്സിമം 1.5 വർഷമാണ് അവിടെ നിൽക്കാൻ പറ്റുന്ന സമയം. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് ജോലി ചെയ്യണം, എന്നിട്ട് കുറഞ്ഞ വേതനയെ കിട്ടുകയുള്ളൂ. ഇവരുടെ ഈ പോകുന്ന കുട്ടികളുടെ എന്താന്ന് ചോദിച്ചാൽ ആ നിൽക്കുന്ന സമയത്ത് ലാംഗ്വേജ് പഠിച്ചാൽ അവർക്ക് ഹൗസ് ബിൽഡിങ്ങിലേക്ക് ചേഞ്ച് ചെയ്യാമെന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് അവർ ഇവിടുന്ന് കയറി പോകുന്നത്. പക്ഷേ പോയിട്ടുള്ള കുട്ടികളുടെ പലരെ എക്സ്പീരിയൻസ് നമ്മൾ കേട്ടുള്ള അവർക്ക് രാവിലെ തൊട്ട് രാത്രി വരെ പണിയുണ്ട്, പിന്നെ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. അതായത് നമുക്ക് ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാലേ നമുക്ക് ലാംഗ്വേജ് പരീക്ഷ പാസ്സാകാൻ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഡൽഹിയിലൊക്കെ പോയി ഹിന്ദി പഠിക്കുന്നവരെ നമുക്ക് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടി പറ്റും, പക്ഷെ നമുക്ക് വായിക്കാനും എഴുതാനും നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റിയല്ല. അപ്പം ജർമ്മൻ ഇതെല്ലാം കഴിഞ്ഞാലേ ഈ 4 മൊഡ്യൂൾ പാസ്സായി നമുക്ക് ഹൗസ് ബിൽഡിങ്ങിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അതിനുള്ള പോസിബിലിറ്റി ഭയങ്കര കുറവായതുകൊണ്ട് കുട്ടികൾ ഈ FSJക്കൊക്കെ ചാടിക്കയറി പോണ ആളുകളൊക്കെ മിക്കവാറും 1 വർഷം 1.5 വർഷം കഴിയുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ പേരൻസ് ഈ പേരൻസ് എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ മോൻ ജർമ്മനി പോയി, അല്ലെ പോകാൻ വേണ്ടി പോവുകയാണ്, അവന് വിസ കിട്ടി, ഇത് കഴിഞ്ഞ് അവരുടെ ഭാവി എന്താവും എന്നുള്ളത് ചിന്തിക്കുന്നില്ല പലപ്പോഴും. അപ്പം എനിക്ക് പേരൻസിനോട് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മക്കളെ ജർമ്മനിയിലേക്ക് അയക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ വളരെ സേർട്ടൻ ആയിട്ടുള്ളൊരു പ്രോഗ്രാമിലേക്ക് അയക്കാൻ വേണ്ടി പാടുള്ളൂ. അവരുടെ ജീവിതത്തിൽ ഭാവിയിൽ ട്രാൻസ്ഫോർമേഷൻ കിട്ടുന്ന ഹൗസ് ബിൽഡിംഗ് മാതിരിയുള്ളൊരു ജോലിയിൽ അല്ലെങ്കിൽ ജോബ് വിസയിൽ ഇങ്ങനെയൊക്കെ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ. ഇങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡായിട്ടുള്ള ഓപ്പേറിലോ ഇതേമാതിരി FSJയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം വളരെയധികം പ്രശ്നത്തിലേക്കാവും. അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരും. ഇത് പോകാൻ വേണ്ടി നിങ്ങൾ കുറേ കടമെല്ലാം വാങ്ങിയിട്ടുണ്ടാവും, ലോൺ എടുത്തിട്ടുണ്ടാവും, ഇതെല്ലാം പ്രോബ്ലത്തിലേക്ക് ആയി മാറും. പഠിക്കുമ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ജർമ്മൻ ലാംഗ്വേജ് B2 വരെ പഠിക്കുക, പാസ്സാകുക, കൃത്യമായിട്ട് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പോവുക. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഖേദിക്കേണ്ടതോ സങ്കടപ്പെടേണ്ട ഒരു കാര്യം വരില്ല. അവരുടെ ലൈഫിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും, പേരൻസിൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. അപ്പം അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുക.
അപ്പോൾ ഇതിൽ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം FSJ ഓപ്പയർ പോലത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജർമ്മനിയിൽ എത്താമെന്നല്ലോ. ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ഓപ്പയറിന് പോയാൽ നിങ്ങൾ ജർമ്മനി പോലും കാണില്ല. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ജർമ്മനിയിൽ എത്തിയാൽ മതി, അല്ലെങ്കിൽ ജർമ്മനി ഒന്ന് കാണുക എന്നുള്ളതാണെങ്കിൽ ഇത്രയും എമൗണ്ട് എന്തിനാ സ്പെൻഡ് ചെയ്യുന്നത്? നിങ്ങളൊരു ടൂറിസ്റ്റ് വിസയ്ക്ക് അപ്ലൈ വേണ്ട, ഇതൊന്നും വേണ്ട. നമ്മുടെ പുതിയ ഓപ്പർച്യൂണിറ്റി ചാൻസ് ആൻഡ് കാർട്ട് നമ്മളത് ചെയ്യുന്നുണ്ട് സർ. ചാൻസ് ആൻഡ് കാർട്ട് നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റി കാർഡ് എന്നാണ് അതിന്റെ ചാൻസ് ആൻഡ് കാർട്ട് എന്ന് പറയും. അപ്പോൾ അത് ബേസിക്കലി ഒരു 1 ഇയറിലേക്കുള്ള ഒരു ജോബ് സീക്കർ വിസയാണ്. അപ്പോൾ അതിനകത്ത് മിനിമം നമുക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞ ഒരു ഡിഗ്രി, പിന്നെ നമ്മൾ പഠിച്ച ഫീൽഡിൽ തന്നെ കഴിഞ്ഞ 5 വർഷത്തിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ കഴിഞ്ഞ 7 വർഷത്തിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ്, മിനിമം A1 ലാംഗ്വേജ്, ജർമ്മൻ ലാംഗ്വേജ്. പക്ഷെ അത് ഏറ്റവും നല്ലത് A2 B1 ഒക്കെ ആണെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഏജ് ഒരു 40 വയസ്സ് കൂടാതിരിക്കുക, കഴിവതും ഒരു 35 വയസ്സൊക്കെ ആണെങ്കിൽ, ഒരു 35-36 വയസ്സൊക്കെ ആണെങ്കിൽ നല്ലൊരു ടൈം ആയിരിക്കും. അങ്ങനെ ആ ഒരു ഏജിലുള്ളവർ നമുക്കൊരു ജർമ്മനിലേക്ക് വേണ്ട ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് റെഡിയാക്കാനുള്ള ഒരു കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ജർമ്മനിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഓപ്പർച്യൂണിറ്റി കാർഡ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എജുഫ്ലോറായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫൈൻ. സോ നമ്മളിപ്പം ഹൗസ് ബിൽഡിങ്ങിൻ്റെ കുറേ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ സാർ. അപ്പോൾ ഇതിൽ ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ കൺസേൺ, നമ്മൾ റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു പോയിന്റാണ് ഹൗസ് ബിൽഡിങ്ങിൽ ഈ 3 ഇയർ അല്ലെങ്കിൽ 3.5 ഇയർ വാട്ട് എവർ ആ ട്രെയിനിങ് പീരീഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോബ് ഇൻബിൽട്ട് ആണ്, ജോബ് ഗ്യാരണ്ടീഡ് ആണെന്നുള്ളത്. അപ്പം ഞാൻ ആസ് എ കോമൺ ഇന്ത്യയിൽ ഇവിടെ കേരളത്തിൽ ജീവിക്കുന്ന നാളെ നിലയ്ക്ക് ഞാൻ 1-2 സെനാരിയോസ് പറയാം സാറിൻ്റെ അടുത്ത്. ഇപ്പം നമ്മൾ നാട്ടിൽ ഏത് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിലും പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ്, പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി, ഒരു സ്റ്റാർ ഉണ്ടാവും മുകളിൽ, അഷ്വേർഡ് ആണ്, അങ്ങനത്തെ ഒരു സെനാരി കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് നമുക്കൊരു വാല്യൂ പോയി. എവിടെ പോയാലും എല്ലായിടത്തും ഇത് തന്നെയല്ലേ പറഞ്ഞിട്ട് എത്ര കുട്ടികൾക്ക് നാട്ടിൽ ജോലി കിട്ടുന്നുണ്ട്. ഇപ്പം 2024 ഒരു പഠനം വന്നു. അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IIT ബോംബെ. അവിടെ 54% സീറ്റുകൾ ലൈക്ക് പ്ലേസ്മെന്റ് ഇല്ലാണ്ട് വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്, ലൈക്ക് ഫൈനലിൽ. അപ്പം അങ്ങനത്തെ ഒരു സെനാരി എന്നിട്ട് ഒരാൾ വന്നിട്ട് പറയാണ് +2 55% മാർക്ക് മതി, നിങ്ങൾ പിന്നെ എന്താ +2 മാത്രം എഡ്യൂക്കേഷൻ ഉള്ളതെന്ന് ആലോചിക്കണം, 50% മാർക്ക് മതി, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനി പോയാൽ ഫ്രീ എഡ്യൂക്കേഷനാണ്, ഈ പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ അഷ്വേർഡ് ആയിട്ടുള്ള ജോലിയാണെന്നുള്ളത്. അപ്പം ലോജിക്കലി ഞാൻ അതിനെ ടു ഗുഡ് ടു ബി, അതായത് നമ്മൾ കേൾക്കുന്നതിൽ നമുക്ക് പ്രാക്ടിക്കലിൽ ലോജിക്കലി ഞാൻ ചിന്തിച്ചാൽ എനിക്കത് പറ്റാത്തൊരു കാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു മനസ്സിൽ ഇനീഷ്യലി ഒരു കോമൺ മാൻ ഈ തോട്ടായിരിക്കും വരുന്നുണ്ടാവുന്നത്. എങ്ങനെയാണ് നമുക്ക് ഈ ജോബിന് ഒരു ഗ്യാരണ്ടി ഉണ്ടെന്ന് ഉറപ്പ് കൊടുക്കാൻ പറ്റുക? അതായത് ആളുകൾ നമ്മുടെ രാജ്യത്തെ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ ഭയങ്കര പോപ്പുലേഷൻ ഭയങ്കര കൂടുതലാണ്, അതേസമയം നമ്മുടെ രാജ്യം ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ടില്ല, നമുക്ക് തൊഴിലവസരങ്ങൾ കുറവാണ്. അതായത് നമ്മളിപ്പോഴും കൃഷിനെ ബേസിക്കലി ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് വ്യവസായങ്ങളോ അല്ലെങ്കിൽ IT മേഖലകളൊക്കെ അത്രമാത്രം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല. ഇപ്പം ജർമ്മനി പോലെയുള്ള വികസിത രാജ്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ നമ്മൾ ആവറേജ് കണക്കാക്കിയാൽ 860 ആളുകൾ ജീവിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ. അതേസമയത്ത് ജർമ്മനിയിൽ അത് 200-ൽ താഴെ ആളുകളാണ് ഒരു സ്ക്വയർ കിലോമീറ്ററിലുള്ളത്. അപ്പം നമ്മുടെ എത്രയോ കുറവാണ് അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതേസമയത്ത് ജർമ്മനി പോലെയുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഹൈലി ടെക്നിക്കലായിട്ടും ഇൻഡസ്ട്രീസ് ആയിട്ടും ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കമ്പനികളും, അതായത് ഇതിൻ്റെ എല്ലാം പ്രൊഡക്ഷൻ നടക്കുന്ന രാജ്യമാണ് അവിടെ പോപ്പുലേഷൻ കുറവാണ്. അതായത് 2 വിധത്തിലാണ് അവിടെ പോപ്പുലേഷൻ ഇല്ലാത്തത്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ പുതിയ ജനറേഷനിലെ ആളുകൾ പലപ്പോഴും മാരേജ് കഴിക്കുന്നില്ല. 2 അവർ ലേറ്റ് മാരേജിലേക്ക്, ഏജ് കൂടുതലായിട്ട് മാരേജിലേക്ക് പോകുന്നത്. മാരേജ് കഴിച്ചാലും കുട്ടികളുണ്ടാവുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾ ഒക്കെ മതി എന്നുള്ള സങ്കല്പവും കുട്ടികളില്ലാത്ത ഫാമിലി ഒരുപാടുണ്ട്. അപ്പം അവിടെ പുതിയ യങ് ജനറേഷൻ വരുന്നില്ല. 2 അവിടെയുള്ള ജനറേഷൻ തന്നെ ഏജ്ഡ് ആയിട്ട് കമ്മ്യൂണിറ്റിയാണ്, അതായത് 90-100 വയസ്സുള്ള ആളുകളാണ്. അപ്പോൾ അവിടുത്തെ ഈ മിഷണറീസ്, ഇൻഫ്രാസ്ട്രക്ചർ ഇതൊക്കെ ചലിപ്പിക്കാൻ വേണ്ടി അവർക്ക് യങ് ആയിട്ടുള്ള പോപ്പുലേഷൻ വേണം. ഇപ്പം എല്ലാ ഡെവലപ്ഡ് കൺട്രി ആദ്യം കുറേ കാലം മസിൽ പിടിക്കും, എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങളെ കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവർ നോക്കും. പക്ഷേ അവർക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് യങ് പോപ്പുലേഷനുള്ള, അതേസമയത്ത് ഒരുവിധം ക്വാളിറ്റി ഉള്ള ആളുകളെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കും. അപ്പം നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളുകൾ പോകുമ്പം അവിടുത്തെ ഇതെല്ലാം ചലിപ്പിക്കാനായിട്ട് ആളുകൾ വേണം. അങ്ങനെ നമ്മുടെ ആളുകൾ അവർക്ക് ആവശ്യമുണ്ട്. രണ്ടാമതായിട്ട് ഈ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് പണ്ട് തൊട്ടേ ജർമ്മനിയിൽ പണ്ട് ഗിൽഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായത് ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു കരകൗശലം എന്തെങ്കിലും അത് അവരുടെ വീട്ടിൽ പോയി അത് ചെയ്യാൻ വേണ്ടി പഠിക്കുക. അതായത് ഇപ്പം നമ്മൾ തട്ടാൻ്റെ ആളാണെങ്കിൽ തട്ടാൻ്റെ കൂടെ പോയി നിന്നിട്ട് തട്ടാൻ പണി പഠിക്കുക, അല്ലെങ്കിൽ ഇരുമ്പിന്റെ പണി പഠിക്കുന്ന ആളാണെങ്കിൽ അവിടെ ആലേ പോയി നിന്നിട്ട് ഗുരുകുല സമ്പ്രദായം അതാണ് ഈ ഗിൽഡ് സിസ്റ്റം എന്ന് പറയുന്നത്, പണ്ട് തൊട്ടേയുള്ള സിസ്റ്റമാണ്. അപ്പം അതിനെ ഡെവലപ്പ് ചെയ്ത് മോഡിഫൈ ചെയ്തിട്ടാണ് ഈ നമ്മുടെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്നുള്ള പ്രോഗ്രാം അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മൾ തിയറിറ്റിക്കലായിട്ട് പഠിക്കുന്നുണ്ട്, അത് പ്രാക്ടിക്കലായിട്ട് ജോബ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ജോലി ചെയ്യുന്നതിനാണ് ഇവർ സ്റ്റൈപ്പൻഡ് തരുന്നത്. അവർക്ക് ആവശ്യമുണ്ട്. അതായത്
ഈ ഡെവലപ്ഡ് കൺട്രിയിലൊക്കെ എന്ത് ജോലി ചെയ്യുന്നതിന് അതിന് സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്ലംബിംഗ് ജോലി ചെയ്യാനായിട്ട് സർട്ടിഫിക്കേഷൻ വേണ്ട. ഒരു പ്ലംബറുടെ കൂടെ 3-4 മാസം പോയി തട്ടുമുട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പ്ലംബറായി സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, നമ്മൾ വീട് ചെയ്യും. ഇലക്ട്രിക്കലായിട്ട്. പക്ഷെ ഇലക്ട്രീഷ്യന് ഒറ്റ കാര്യമുള്ളൂ, മറ്റേ ലൈസൻസ് ഉള്ള ആളുടെ ഒരാളെ കൊണ്ട് ഒപ്പിടിക്കാൻ വേണ്ടി പോകാന്നുള്ളൂ. ഇപ്പൊ നമ്മള് ഫാർമസിയിലൊക്കെ പോയി നോക്കിയാല് ഒരാളുടെ സർട്ടിഫിക്കറ്റ് അവിടെ തൂക്കിയിട്ടുണ്ട്, ആളെ കാണില്ല. അത് 10 മെഡിക്കൽ സ്റ്റോറിൽ ഒരു സർട്ടിഫിക്കറ്റ് ആളവിടെ ഉണ്ടാവില്ല. പക്ഷെ ജർമ്മനിയിൽ കൃത്യമായിട്ട് എല്ലാ മേഖലയിലും ജോലി ചെയ്യാൻ വേണ്ടി സർട്ടിഫിക്കേഷൻ വേണം. ഈ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരാളെ സ്കിൽഡ് വർക്കറായി സർട്ടിഫൈ ചെയ്യുന്ന പ്രോഗ്രാമാണ്. അതായത് നിങ്ങൾ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നേഴ്സിംഗ് ജോലി ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ജർമ്മനിയിൽ എവിടെ പോയി നേഴ്സായിട്ട് ജോലി ചെയ്യാം. ഇത് പഠിക്കാത്ത ആളുകൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സാർ അത് പറഞ്ഞപ്പോൾ എനിക്കൊരു ട്രേഡ് ഓർമ്മ വന്നത് ബുച്ചർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇറച്ചി വെട്ടെന്ന് പറയും. അപ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വന്നത് നമ്മളുടെ അന്തൂർക്കാരൻ്റെ കടയിൽ പോയി നിന്നിട്ട് നമ്മൾ ഇറച്ചി വെച്ചിട്ട് കണ്ടമുണ്ടായിട്ട് വെട്ടി ഇറച്ചി വെട്ടാം. പക്ഷെ നമ്മൾ അതേ സമയം തന്നെ നമ്മൾ കൊറിയൻസിന്റെ ഒക്കെ ഒരു ഫിഷ് കട്ടിങ്ങിന്റെ നമ്മൾ കണ്ടിട്ടുണ്ട് സ്കില്ല്. അതാണ് ശരിക്കും അവിടെ ഈ ഹോസ്പിറ്റലിൽ ഉദ്ദേശിച്ചത്. ഇത് നമ്മൾ ഇപ്പം അങ്കമാലിയുടെ അറീസ് എന്നൊരു പടമുണ്ട്, അതിൽ പറയുന്നുണ്ട് ആക്ച്വലി ജർമ്മനിയിൽ ഇവൻ ഇറച്ചി വെട്ട് വരെ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ജോബാണ്. അതായത് ഈ ഇറച്ചി വെട്ടിന്റെ കോഴ്സ് കഴിയാത്തവൻ അവിടെ ഇറച്ചി വെട്ടാൻ പറ്റില്ല. വെറുതെ റോട്ടിൽ കൂടി നടക്കുന്നവനെ വിളിച്ച് ഇറച്ചി വെട്ടിക്കാനായിട്ട് അവിടെ പറ്റത്തില്ല. അപ്പം ഇതുകൊണ്ട് അവിടെ ഇത്രയും ഷോർട്ടേജ് ഉള്ളത് കൊണ്ടും ആളുകൾക്ക് സ്കിൽഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ വേണ്ടത് കൊണ്ടും ഇത് കഴിയുന്ന ആളുകൾക്ക് പിറ്റേ ദിവസം, അതായത് ഒരാൾ പാസ്സായി വന്ന അവന് 1000 ജോലിയാണ് അവൻ്റെ ചുറ്റും നിൽക്കുന്നത്, അവന് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. എവിടേക്ക് പോകണമെന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. അതായത് അവിടെ ആവശ്യമുള്ള ബ്ലൂ കോളർ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമേ അവർ നടത്തുന്നുള്ളൂ. ആ പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന മുഴുവൻ ആളുകൾക്ക് അവിടെ എംപ്ലോയ്മെൻറ്റ് കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവർക്ക് 10 ജോലി വേണം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം അവരുടെ ജോലി സേഫാണ് ഈ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ. അതായത് ഇത് ജോബ് ഇൻബിൽറ്റ് മാതിരിയുള്ളൊരു പ്രോഗ്രാമാണ്. അതായത് കോഴ്സ് കഴിഞ്ഞാൽ നേരെ പിറ്റേ ദിവസം ജോലിയിലോട്ട് കയറാം. അതായത് പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. അവരുടെ കോഴ്സിൻ്റെ കൂടെ പഠിക്കുന്ന എംപ്ലോയർ അടുത്ത് തന്നെ അവർക്ക് വേണമെങ്കിൽ ജോലി ചെയ്യാം, വേണമെങ്കിൽ വേറെ സ്ഥലത്തേക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ലൈഫ് സെറ്റിൽഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അതിൽ പോകുന്ന ഒരാൾ പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. EduFlair, education driven by passion.